قال علي رضي الله عنه മഹാനായ അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ് മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉദ്ഹിയ ഗഫറല്ലാഹു ദുനൂബഹു വമഹാ അൻഹു അശ്റു സയ്യിആത് വറഫഅ ലഹു അശ്റു ദറജാത്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മുമ്പാകെ പ്രവാചകൻ പറഞ്ഞില്ലേ, അലിയാരെ തങ്ങൾ നിസാരക്കാരനല്ല. സ്വഹാബ അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് ചെയ്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാരി തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയാണ് മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉദ്ഹിയ, ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഏതൊരു പുരുഷൻ പുറപ്പെട്ടുവോ, ഏതൊരു സഹോദരൻ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചുവോ, ഗഫറല്ലാഹു ദുനൂബഹു, അല്ലാഹു അവന്റെ പാപങ്ങൾ പരിപൂർണമായി പുറത്തു കൊടുക്കുന്നതാണ്. 10 തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഉയർത്തി കൊടുക്കുന്നതാണ്. തീർന്നില്ല. വൈദാ തകല്ലമ ഫീ ശറാഇഹാ, ആ ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങുന്നതിന് വേണ്ടി കടയിൽ പോയി സംസാരം നടത്തുമ്പോ എന്ത് വിലയാണ്, എത്രയാണ് ഇതിനെന്നൊക്കെ ചോദിച്ച് അതിന്റെ വയസ്സും കാര്യങ്ങളും തിട്ടപ്പെടുത്തുന്ന സംസാരങ്ങളില്ലേ, ആ സംസാരങ്ങൾ നീ നടത്തുമ്പോ കാനകലാമോഹോ തസ്ബീഹാ, ആ സംസാരം മൂലം അല്ലാഹു സുബ്ഹാനല്ലാഹയുടെ ഗണത്തിലായി രേഖപ്പെടുത്തുകയാണ്. ആ സുബ്ഹാനല്ലാഹയായി തസ്ബീഹായി നിന്റെ സംസാരത്തെ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, വഇദാ അഖറകതമഹാ, ആ മൃഗത്തേക്ക് വില നിർണയിച്ചുകൊണ്ട് അതിനെ കടത്തി നീ അതിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചുകൊണ്ട് ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി ഇതിനെ അറവ് നടത്തുന്ന സമയത്ത് അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തുള്ളികളില്ലേ, ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ, അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ഓരോ രക്തത്തുള്ളികൾക്ക് സമാനമായി അല്ലാഹു സൃഷ്ടിക്കുകയാണ് 10 മിനൽ മലായിക, 10 മലക്കുകളെ അല്ലാഹു പടക്കുകയാണ്. യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ, അവന് വേണ്ടി ആ മലക്കുകളെ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ ഇന്നാലിന്ന മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഓരോ മലക്കുകളും ഇസ്തിഗ്ഫാർ തേടുകയാണ്. ഏത് വരെയാണ്? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാറാണ്. പാപമോചനത്തിനർത്തിക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. സാരമായ അമലല്ല. ഉദ്ഹിയ്യത്ത് ഇറക്കുമ്പോൾ അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തുള്ളികൾക്ക് ഒരു തുള്ളിക്ക് സമാനമായി ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ 10 മിനൽ മലായിക, ഒരു രക്തത്തുള്ളിക്ക് 10 മലക്കുകൾ. എന്നിട്ട് ആ 10 മലക്കുകൾ ഇരുന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടുക. ഓരോ രക്തത്തുള്ളിക്കും ഓർക്കണം എത്രയാണ് രക്തം ചീന്തുക, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ, ഏറ്റവും വലിയ സുകൃതം, നീ ബലി പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ ഉദ്ഹിയ്യത്ത്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ അമില ബിനു
آدم من عمل يوم النحر أحب إلى الله من إهراق الدم. ആദം സന്തതികൾ പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ബലിദാനമാണ്, ഉദ്ഹിയ്യത്താണ്. وإنه ليأتي يوم القيامة بقرونها وأضلافها وأشعارها. ഈ ദുനിയാവിൽ നീ അറുത്തതാകുന്ന ബലിമൃഗത്തിന്റെ രോമകൂപങ്ങളും അതിന്റെ രക്തത്തുള്ളികളും അതിൻ്റെതാകുന്ന സർവ്വ അവയവങ്ങളും നാഥനാകുന്ന പടച്ചറപ്പിലേക്ക് നിനക്ക് സാക്ഷിപത്രമായിട്ട് നാളെ എത്തുമേയെന്നും നബിയുനാ റസൂലുള്ളാഹി. ലയനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ മൃഗത്തിൻ്റെതാകുന്ന രക്തമോ അതിന്റെ മാംസമോ ആവശ്യമില്ല. വലാകിയനാലുഹു തഖ്വാ മിൻകും. പടച്ച റബ്ബ് പ്രവാചകർ മുഖേന അറക്കാൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അനുധാവനം ചെയ്തുകൊണ്ട് വർഷാവർഷം കൃത്യമായി അറക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള നോട്ടമാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ തഖ്വ മാത്രമാണ് അല്ലാഹുവിന് ആവശ്യമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. അറക്കാൻ പറഞ്ഞപ്പോ ചെയ്യുന്നുണ്ടോ? പെരുന്നാളിന്റെ സുദിനത്തിൽ ഏറ്റവും വലിയ അമലായിട്ട് പഠിപ്പിക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് ആര് നടത്തുന്നുണ്ടോ അല്ലാഹുവിന്റെ നോട്ടം അതിലേക്കാണ്. അതുകൊണ്ടാണ് അറവ് നടത്തിയാൽ ഉടനെ അല്ലാഹു സ്വീകരിക്കും അതിനെ. നീ അറക്കുന്നതാകുന്ന ആടുമാട് ഒട്ടകങ്ങളുടെ കഴുത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നതായ രക്തത്തുള്ളികളില്ലേ, അത് ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പായി അല്ലാഹുവിന്റെ അടുക്കൽ നിന്റെ മൃഗത്തെ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ ഇത് അറക്കുന്നത്? ഇതിനെ അറക്കുന്നതിന് കൂലി എന്താ? രണ്ട് ഹദീസ് ശരിക്ക് കേട്ടോ. സ്വഹാബത്ത് വന്ന് നബിയോട് ചോദിച്ചു, മാ ഹാദിഹിൽ അളാഹിയു യാ റസൂലല്ലാഹ്, എന്താണ് ഈ ഉദ്ഹിയ്യത്ത്, എന്താണ് ഇതുകൊണ്ടുള്ള വിവക്ഷ? നബി തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വസൂരികളിൽപ്പെട്ട പ്രവാചകനാകുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്, അദ്ദേഹത്തിന്റെ ചര്യയാണിത്, അദ്ദേഹത്തിന്റെ ചര്യ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഫമാ ലനാ ഫിഹാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഇബ്രാഹിം നബിയുടെ ഈ ചര്യ ഞങ്ങൾ നിലനിർത്തി പോന്നാൽ എന്ത് ലഭിക്കും? എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? കേട്ടോ. فقال رسول الله صلى الله عليه وسلم, നബി തങ്ങൾ പറയുകയാണ്, ബികുല്ലി ശഅറത്തിൻ ഹസനത്തുൻ, അതിന്റെ ഓരോ രോമകൂപങ്ങൾക്ക് സമാനമായി നന്മയാണ്, നന്മയാണ്, പാപമോചനമാണ്, പാപമോചനമാണ്. ഓരോ രോമകൂപത്തിന് സമാനമായി നന്മ രേഖപ്പെടുത്തും. ഒരു മൃഗത്തിന് എത്ര രോമമുണ്ട്? ഒരു ആടിന്, ഒരു മാടിന് എത്രയാണ് രോമം? അതിന്റെ ഓരോ രോമകൂപങ്ങൾക്കും ഓരോ ഹസനത്ത് രേഖപ്പെടുത്തും. മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ. ഇസ്ലാമിന്റെ പൊതുതത്വമാണ്, ഒരു നന്മ ചെയ്താൽ 10 നന്മ അല്ലാഹു രേഖപ്പെടുത്തുമേ. അപ്പോൾ കോടാനുകോടി അനുഗ്രഹമാണ്. من لحى طيبة بها نفسه محتسبا لأضحيته كانت له حجابا من النار. ഹൃദയത്തിന്റെ പരിശുദ്ധിയോടുകൂടി നല്ല മനസ്സോടുകൂടി ആരൊരുവൻ ഉദ്ഹിയ്യത്തിന്റെ ബലിദാനം നടത്തിയോ, അതിൽ ചേർന്നവരുണ്ടോ, നരകീയ മോചനം ഉറപ്പാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടും. ആദ്യം പറഞ്ഞ എന്താ? നന്മ അക്കൗണ്ടിലേക്ക് രേഖപ്പെടും.